അന്ന് കാശ് നഷ്ടമാണ് അദ്ദേഹത്തിന്. അതേസമയം തന്നെ തോറ്റു കൊടുക്കേണ്ടി വന്നു. രണ്ട് നഷ്ടം വന്നിരിക്കുന്നത്. പക്ഷെ ദൈവദൃശ്യന് അദ്ദേഹം എന്താ സംഭവിക്കുന്നത്? അവൻ ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും ജനിക്കുകയാണ്. ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും, അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:3 യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഏതെങ്കിലും വെള്ളത്തിൽ പോയിക്കൊണ്ട് മുക്കിപ്പിടിച്ച് പൊക്കിയെടുക്കണ്ടേ? ചില ആൾക്കാർ നല്ല കത്തോലിക്കലായിരിക്കുമേ, തെറ്റായ പ്രബോധനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ കൊണ്ടുവന്ന് ചില വെള്ളത്തിൽ പിടിച്ച് മുക്കിയെടുത്തും പറയും നീ വീണ്ടും ജനിക്കണമെന്ന് പറയും. അതല്ല വീണ്ടും ജനിക്കുക, അത് പറ്റിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ജനനമാണത്. അത് പ്രവർത്തനത്തിൽ വ്യക്തമാകണം. നല്ല ഫലം, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുമ്പോഴാണ്. അത് രാവിലെയും നല്ല ഫലമായിരിക്കണം, വൈകുന്നേരം നല്ല ഫലമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി, ജീവന്റെ വൃക്ഷങ്ങളായി ഞങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞെരുക്കങ്ങളുടെ കാലത്ത് സുവിശേഷത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനായി അമ്മേ പരിശുദ്ധ അമ്മേ ഉടമ്പടി ജീവിതം ധന്യമാക്കുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ഞെരുക്കങ്ങളുടെ കാലത്ത് ആത്മാവിന്റെ നിറവിലും നല്ല ഫലങ്ങളും നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി നമ്മൾ രൂപാന്തരപ്പെട്ടാലേ പെട്ടെന്ന് ഈ ഉടമ്പടിയിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഉടമ്പടി എന്താ പറഞ്ഞത്, ഉടനടി പരിഹാരം എന്നല്ല പറഞ്ഞത്, ഉടമ്പടി പരിഹാരം. അത് ഈ പുതുമനയുടെ സാക്ഷ്യങ്ങൾക്ക് മനസ്സിലാകും നമുക്ക്. കാര്യം പുതുമന പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ 3 തിരിക്കാമെന്ന് പറയണത്. ഒരു ലൈഫ്, 72 വയസ്സുണ്ട് അദ്ദേഹത്തിന്, 72 വയസ്സുണ്ട്. 72 വയസ്സിന് അദ്ദേഹം 3 തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത്, ഒരു സാധാരണ നാട്ടുക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്ന കാലം. ദൈവത്തെ അറിയാം, പക്ഷെ ജീവിതം വേറെ രീതിയിലാണ്. ബാറിൻ്റെ ഉടമയല്ലേ, അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കൂടുതൽ ആൾക്കാരെ കുടിപ്പിക്കണം, കുറേ ആൾക്കാരെ കൂടുതൽ കളയണം, കുറേ അമ്മമാരെ വിധവകളാക്കണം. അതൊക്കെയാണ് ബാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കുറേ അമ്മമാരെ വിധവകളാക്കണം, കുറേ കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിപഴിച്ചിട്ട് അവർ വഴിപഴിച്ചു പോകണം. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ക്രിസ്ത്യാനിയാണെങ്കിലും കൈയിരിപ്പ് കാരണം ദുഷ്ടൻ്റെ ഫലം ചെയ്യണ പോലെ ഒത്തിരിയേറെ കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതൊരു ജീവിതമാണ്. പക്ഷേ 35-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ധ്യാനം കൂടുന്നതോടുകൂടി ഈശോനെ രക്ഷകനും നാഥനുമായിട്ട് സ്വന്തമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈശോയ്ക്ക് നിരക്കാത്തതെല്ലാം ഇദ്ദേഹം വെറുത്തുപേക്ഷിക്കും. അങ്ങനെയാണ് കാവേരി ബാറൊക്കെ അടച്ചു പൂട്ടണത്. അന്നത്തെ കാലത്ത് കാഞ്ഞങ്ങാടിലെ വലിയൊരു വിഷയമായിരുന്നു ഇത്. ആയിരങ്ങൾ കുടിക്കണ വാറാണ് ഈ മനുഷ്യനൊരു സുപ്രഭാതത്തെ അടച്ചു കളയും. ആ ബിസിനസ് മൊത്തമായിട്ട് ഉപേക്ഷിക്കും. അപ്പം അനുതാപം ശരിക്കും അങ്ങ് തലക്ക് പിടിച്ച് ദൈവത്തിനെ ബോധ്യപ്പെടുത്തി എടുക്കുകയാണ്. ഞാൻ അനുതാപത്തിലാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി. പിന്നത്തെ ഒരു 35 വർഷക്കാലമുണ്ട്, ഉടമ്പടി എടുക്കുന്നവരെയുള്ള 35 വർഷക്കാലമുണ്ട്, 70-ാമത്തെ വയസ്സ് വരെ. അപ്പം അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിച്ചു, സുവിശേഷ വേലകൾ ചെയ്തു. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി സുവിശേഷ വേല ചെയ്ത് സാക്ഷ്യം വരുത്തി. അതിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാ ധ്യാനങ്ങളിലും ഒരു ഐറ്റം ഈ പുതുമനയുടെ സാക്ഷ്യം വരുന്നു. അന്നത്തെ കാലത്ത് 90കളിൽ
അത് നിന്ന് ഫലിക്കുകയും ചെയ്യും, അഭിഷേകം നിറയുകയും ചെയ്യുന്ന ഒരു കാലം വരുന്നു. പക്ഷെ അങ്ങനെ അപ്പോൾ യേശു ഏകരക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ 70 വയസ്സ് കാണുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരണുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോരേണ്ടി വന്നു. കാസർഗോഡ് നിന്ന് അവിടെ നിന്നിട്ട് കാര്യമില്ല, വയസ്സായി, കാർഷിക പണിയൊന്നും നടക്കത്തില്ല, ഇനി കൃഷി ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു. കർഷകനുമായിരുന്നു, കൃഷി ചെയ്യിക്കുകയും ചെയ്യുമായിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുള്ള കോടീശ്വരനായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ എന്നാ പറ്റിയെന്ന പുള്ളിയുടെ വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ വരെ പഠിച്ച് വേറെ രാജ്യങ്ങളിലൊക്കെ പോയി. ഈ സ്ഥലം അവിടെ കിടന്നുപോയി. സ്ഥലം വിൽക്കാൻ മാർഗമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അന്തസ്സിന് പറ്റിയൊരു വീട് കിട്ടണമില്ല. ഇപ്പം ഭൗതികമായിട്ട് ഈ മനുഷ്യൻ ആത്മീയമായിട്ട് ഒക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ആവശ്യങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരുവക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ മൂന്നാമത്തെ ജീവിതം തുടങ്ങുന്നത്. എന്താണ്? ഉടമ്പടി ജീവിതം. അതാണ് പക്ഷേ അതാ ഞാൻ പറഞ്ഞ വ്യാഖ്യാനമല്ല അത്, അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. എൻ്റെ ജീവിതത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒന്ന് ക്രിസ്തുവിനെ അറിയാഞ്ഞ കാലം, രണ്ടാമത് ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച കാലം, മൂന്നാമത്തത് ഉടമ്പടി ജീവിതകാലം എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിതകാലത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി ഒപ്പുവെച്ചെന്നാണ് പറയണത്. ആ വാക്കൊക്കെ എല്ലാം ഭയങ്കര കറക്റ്റായിട്ടാണ് പറയണത്. ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞാൻ ദൈവവുമായിട്ട് ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെച്ചു. അപ്പം ഈ മനുഷ്യന്മാർ ഉടമ്പടിനെയൊക്കെ കാണുന്നത് ആ ഉടമ്പടി പോലെ തന്നെ കാണുന്നത്. അല്ല, നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഈ ഔസപിതാവിൻ്റെ അല്ലെങ്കിൽ യൂദാസിൻ്റെയും ഒക്കെ പെട്ടി കൊണ്ടുവന്ന് ഓരോ കാര്യം എഴുതിയിടണ പോലെയുള്ള ലാഘവത്തിലാണ് ആൾക്കാർ കാണുന്നത്. അത്രയും ഇടലകളും വരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ഇവിടെ. അതുകൊണ്ടാണ് നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് ഇൻഡക്ഷൻ എഴുതിയിടുന്നത്. ഒരു വിവരവും ഇല്ലാത്തവനായിരിക്കുമല്ല ഈ നേർച്ചപ്പെട്ടത് കൊണ്ടുവന്ന് നിയോഗം എഴുതിയിടുന്നത്. ഇപ്പം ഞങ്ങളതെടുത്ത് കത്തിച്ച് കളയും. കാര്യം അവർ നമുക്ക് അഫോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെന്താണ് ഉടമ്പടി ഇവിടെ വരുമ്പോൾ എന്തോ എഴുതിയിടുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെ പുട്ടുകുത്തി തന്നെ പോലെ തരുമെന്നാണ് വിചാരിക്കണം. അതൊക്കെ വിഡ്ഢിത്തരം വിചാരിച്ച് വന്നൊരു കാര്യമില്ല. ഇപ്പം ധ്യാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ സംഗതി ഒറ്റടക്ക് പോകത്തില്ലെന്ന്. കാര്യം മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കിയ ഒരാൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ സംഗതി സ്പീഡാണ്. അപ്പോൾ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഈശോയിലാണ് ജീവിക്കണത്, അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതം പുനഃസമർപ്പണം ചെയ്യുന്നെന്ന് പറയും. അപ്പം അമ്മയെ കൂടി അദ്ദേഹം പറയും, എനിക്ക് ഞാൻ എൻ്റെ ക്രിസ്തു ജീവിതത്തിൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തില്ലായിരുന്നെന്ന് പറയും. കരിസ്മാറ്റിക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണത്. കേരളത്തിൽ മൊത്തം പറ്റിയിട്ടുണ്ടത്. കാര്യം അവരിത് ഈ നവീകരണ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാക്കിയെടുക്കും. ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോഴോക്കണം ഒരു കാന നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് ഓർത്തേക്കണം. ക്രിസ്തുവും മാതാവും കൂടിയുള്ള ഒരു കുടുംബജീവിതം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർക്കണം. അങ്ങനെയാണ് ബൈബിൾ തുടങ്ങണത്. മകനെ അവർക്കില്ല എന്ന് പറയാനൊരാളുണ്ട്, അയാൾ അവഗണിച്ചുകൊണ്ട് നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിച്ചാൽ അതൊരു ജീവിതവുമല്ല. ഔസപ്പത്തിന് വചനം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഈ മനുഷ്യൻ വന്ന് മാതാവിനോട് പറയാം, അമ്മേ ഞാൻ വയസ്സായി, എൻ്റെ സ്ഥലം കാസർഗോഡ് 100-200 കിലോമീറ്റർ അകലെ കിടക്കുകയാണ്, അവിടെ പോയി നോക്കാനും തിരക്കാൻ എനിക്ക് ആരുമില്ല, ആ സ്ഥലമൊക്കെ അന്യാധീനപ്പെട്ടു പോകുകയാണ്, ആൾക്കാർ എൻക്രോച്ച് ചെയ്യുകയാണ്, അവിടെ ഇവിടെയൊക്കെ വഴികൾ കെട്ടി അടച്ചോട്ട് അവിടെ സ്വന്തം ഇടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, എനിക്കത് കിട്ടിയില്ല, എൻ്റെ കടം തീരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന് ഉടമ്പടി വെച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയി ആ സ്ഥലത്ത് ഇപ്പോൾ 35 വർഷം ആയിരിക്കാൻ നോക്കണം. 35 വർഷം വിശ്വപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് കൊണ്ട് അവിടെ ഇടും. പിറ്റേ ആഴ്ച ആ സ്ഥലം വിറ്റുപോകും. ഇതാണിതിൻ്റെ വ്യത്യാസം എന്ന് പറയണത്. അപ്പോഴദ്ദേഹത്തിന് പറയാം മാതാവ് എന്താണെന്ന് മനസ്സിലായി. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ഒരു ജീവിതമുണ്ട്, അമ്മ കൂടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൻ്റെ ഭൗതിക നിലവാരങ്ങൾ മാറുന്നുണ്ടല്ലേ, അതാ വിഷയം. അപ്പം അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ വന്നത് കുറേ പ്രമാണം കാണാനില്ല.
പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ പ്രമാണം കാണാനില്ല. അത് 10-40 വർഷമായി ആ പ്രമാണം കാണാനില്ല. എന്നിട്ട് എവിടെയാണെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയ പ്രമാണം തിരിച്ചു കിട്ടും. അതുപോലെ തന്നെയാണ് എറണാകുളത്ത് വീട്, അന്ന് വരെ കാണാതിരുന്ന വീട് 2 കോടി രൂപ ലാഭത്തിന് ഒരു ഇയാൾക്ക് വീട് കൊടുക്കുക. എറണാകുളത്തിൽ 5 നിലയുള്ള വീട്. അപ്പം അദ്ദേഹം ആ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ആ സ്റ്റാൻഡേർഡ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആ പ്രതാപത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞത് കാരണം ഇതെല്ലാം കൊടുക്കുകയാണ്. ആ കാസർഗോഡും കുറേ സ്ഥലങ്ങൾ കൊടുത്തു. 25 സെൻറ്റ് വെച്ച് 10-40 പേർക്ക് കൊടുത്തു. അദ്ദേഹം കൊടുത്ത് ജീവിക്കുകയാണ് ശരിക്കും. പക്ഷേ എങ്ങനെ നോക്കുമ്പോഴേ ഈ ലൈഫ് ആശ്രയിച്ച് നോക്കുമ്പോൾ 35-70 കൊല്ലം ഇല്ലാതിരുന്ന മാറ്റങ്ങളാണ് ഉടമ്പടിയിൽ ഒറ്റടിക്കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേരത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞു വെച്ചത് കാരണം ഉടമ്പടി അദ്ദേഹത്തിന് എളുപ്പമായി. ഉടമ്പടി ഒരു പോരായ്മ കൂടി മാത്രമേ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉടമ്പടിയിൽ കൂടെ പരിശുദ്ധാമ്മ കൂടി കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ വിഷയം മാറി. എന്താണ്? ലൈഫ് 35-40 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ സമ്മഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, വിത്തിൻ നോ ടൈം അത് സെറ്റ് ചെയ്യുകയാണ്. അതാണ് ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയുന്നത്. അപ്പം അത് അനുഭവിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും, ഞാൻ പറയും, ഞാൻ 1000 പേർക്കൊക്കെ ഷെയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം വചനങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങളും ശ്രദ്ധിക്കുകയും. സുവിശേഷ പേരാണ്. ആന്ധ്രയിലോ ഒറീസയിലൊക്കെ വലിയ സുവിശേഷ സ്ഥലങ്ങളുണ്ട്. അഗതികളുടെ സ്ഥലങ്ങളും മിഷൻ പ്രവർത്തനങ്ങളൊക്കെ. ഓരോരോ കാലത്ത് ഞാൻ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. കർത്താവിനെ ചെയ്യിക്കും. പുതിയ പ്രവർത്തനങ്ങൾ ഓരോരുത്തരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഈശോയെക്കുറിച്ചോട് പറയും. പാവപ്പെട്ടവരെ അവരെ സഹായിക്കും. അപ്പോൾ അതൊക്കെ എന്തൊരു ലൈഫാണ്. ജീവിതം ആകപ്പാടെ മാറുകയും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറുകയും ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ ക്രൈസ്തവനാകാൻ ഉടമ്പടി ജീവിത രീതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ക്രിസ്തു സാക്ഷ്യത്തിന് എന്നെ പരുവപ്പെടുത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. വേദന എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുവിടാം. വേദന മാറി നല്ലൊരു മണം, നല്ലൊരു തണുപ്പ് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. അത്ര കഠിന വേദനയിൽ നിന്ന് ഞാൻ വളരെ റിലാക്സ്. ഇപ്പം എനിക്ക് ഒട്ടും വേദനയില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക്, അവളെ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളൊരു ഫാർമ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾക്ക് എപ്പോഴും ഭക്ഷണത്തിൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാൻ നേരത്ത് പിന്നെ ഛർദിയും അതുപോലെ തന്നെ വയറിളക്കവും, ഒട്ടും ഒന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. 3-4 ഡോക്ടർമാർ അവിടെ കാണിച്ച്, അങ്ങനെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഡോക്ടറെ കാണിച്ച് 1 വർഷത്തോളം ഇങ്ങനെ ഈ രോഗം വെച്ചുകൊണ്ട് നടന്ന്. അത് കഴിഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞു, മോനെ ലൈറ്റ് കാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ലൈറ്റ് കാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഒരസുഖം ഇല്ലാതെ നല്ലൊരു മെഡിക്കൽ കുട്ടിയായിട്ട് നടക്കുന്നു. പിന്നെ അതുപോലെ എൻ്റെ മോനും ഇവിടെ വന്ന് എന്നെ ഉടമ്പടി എടുത്ത് പോയതിൻ്റെ ഫലമായിട്ട് അവൻ അവിടെ നല്ല ജോലിയും അതുപോലെ ഒരു വീട് പണിയാനും ദൈവം അവൻ ഒരുക്കി കൊടുത്ത് ആ വീട് പണിയും നടന്ന് ഇവിടെ വന്ന് അവൻ്റെ കല്യാണം കഴിഞ്ഞാണ് അവൻ തിരിച്ചു പോയത്. അതുപോലെ ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് വഴിയായിട്ട് നടത്തി തന്നിട്ടുണ്ട്. അത് വീട് പണിയുടെ സമയത്തും
കമ്പിയൊക്കെ എടുക്കുന്ന സമയത്ത് പണിക്കാർക്കൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ നടുവേദന വന്നിട്ട് ഞാൻ ഉടമ്പടി തൈലമിട്ട് എല്ലാം പുരട്ടി കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് അതെല്ലാം സുഖമാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിന് അലർജി, അതെപ്പോഴും ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. കഫം തൊണ്ടയിലായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കേണ്ട സമയത്താണെങ്കിലും ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ എഴുന്നേറ്റ് പോകും തുപ്പാൻ വേണ്ടി. രാത്രി ഉറക്കമില്ല. ഈ കോളാമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കിടന്നിരുന്നു. ഇപ്പം കംപ്ലീറ്റ് അതെല്ലാം മാറി, കോളാമ്പി തന്നെ മാറ്റി, അലർജി മാറ്റി. അപ്പം ദൈവം മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെ ഒരു ദേവാലയം പണിയാൽ ദൈവകൃപ ഒരുക്കി നമുക്ക് ജോസഫച്ചനെ അതുപോലെ മറ്റ് അച്ഛന്മാരെ അതുപോലെ സന്യസ്തരെ എല്ലാം നമുക്ക് തന്ന് ദൈവം ഒരുക്കിയതിന് ദൈവത്തിന് ഒത്തിരി മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് വിലാസിനി. ഞാൻ കാണക്കാരിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മൂത്ത മകള് ഷാർജയിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ കോവിഡ് ബാധിച്ച് അത്യന്തം മരണസ്ഥിതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ അവിടെ പിന്നെയും കോവിഡ് വാർഡിൽ കിടത്തണമെന്ന് പറഞ്ഞ് മകള് കരഞ്ഞ് എന്നെ ഇവിടെ കിടത്തരുതേ അമ്മയെന്നും പറഞ്ഞ് അവളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ മകള് 45 ദിവസത്തിനകം തിരിച്ചവൾ ഷാർജയ്ക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ മകളുടെ വിവാഹം നടക്കാൻ വളരെ ബുദ്ധിമുട്ടിയതിനാൽ ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ച്, അമ്മ സാമ്പത്തികമായി ഞങ്ങൾക്ക് യാതൊരു നിർവാഹവും ഇല്ല, അമ്മ കാനായിലെ കല്യാണം പോലെ എൻ്റെ മകളുടെ കല്യാണം അമ്മ നടത്തി തരണം എന്നും പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു കല്യാണം നടത്തുവാൻ അമ്മ അനുഗ്രഹിച്ചു. മൂന്നാമത് എനിക്ക് ഓപ്പറേഷൻ പേടിയായിട്ട് യൂട്രസ് ഇറങ്ങി വന്ന് ഞാനിങ്ങനെ 1.5-2 വർഷം അത് താങ്ങി കയ്യിൽ കൊണ്ടു നടക്കുന്ന പോലെ നടന്നതിന് ശേഷം മാതാവിനോട് പ്രാർത്ഥിച്ച് എന്തും വരട്ടെ അമ്മ എന്നെ താങ്ങും എന്നുള്ള മനോധൈര്യത്തിൽ ഞാൻ ഓപ്പറേഷത്തിന് പോയി അഡ്മിറ്റാകുകയും എൻ്റെ ഇളയ മകൾ എന്നെ സംരക്ഷിക്കുകയും ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് ആരും ഇല്ലമ്മേ, സാമ്പത്തികവും ഇല്ലമ്മേ, അമ്മ എന്നെ കാക്കണം, എൻ്റെ മുമ്പിൽ അമ്മയുണ്ടായിരിക്കണം അമ്മേ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് മാതാവിനെ കൂടെ സാക്ഷി നിർത്തി. ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ എൻ്റെ ഓപ്പറേഷൻ അമ്മ നടത്തി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറിയതായും വലുതായും അമ്മ എനിക്ക് തരുന്നുണ്ട്. എല്ലാ ദിവസവും ജോസഫ് അച്ഛൻ്റെ ആരാധനയും പ്രാർത്ഥനയും കൂടിയതിന് ശേഷമേ ഞാനൊരു കട്ടൻ കാപ്പി പോലും കുടിക്കുകയുള്ളൂ. എൻ്റെ കുടുംബത്തിൽ അതപ്പതിച്ച് പോകുന്ന എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് നടത്തി തരുമെന്നും നടത്തുന്നുണ്ടെന്നും മുമ്പിലും പുറകിലും അമ്മയെ സാക്ഷി നിർത്തി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതിനാൽ അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടാനുകോടി നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് ഞാൻ നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുപുത്രനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഷിമ്മി. ഞാൻ എറണാകുളത്ത് വെണ്ണല അഭയമാത ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ 2019 12/11/2019 വന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മക്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുമാണ് ഞാൻ എപ്പോഴും ഈ കൃപാസന പത്രം വായിക്കുകയും മുമ്പൊരു ദിവസം മാതാവിൻ്റെ പള്ളികളിലൂടെ യാത്ര ചെയ്തപ്പോൾ ഈ വിശുദ്ധമായ അൽത്താരയിൽ വന്ന അമ്മയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടി തന്നെയായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പ്രത്യേകമായി എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസങ്ങൾ തുടർച്ചയായിട്ട് വന്നു. ഉടമ്പടി പുതുക്കണ സമയമായപ്പോൾ കോവിഡ് വന്നു. അതിനുശേഷം പിന്നെ വരാൻ പറ്റിയില്ല. അതിനുശേഷം 2021 വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഈ 21 ഇപ്പം 4ാമത്തെ പുതുക്കലിന് വന്നു. ഇതിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് വേദനകളും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കുറേ സഹനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതൊക്കെ അതിജീവിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ എനിക്ക് നൽകുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഞാൻ നിയോഗം വെച്ചതിൽ ഒരു കാര്യം
ഇപ്പോഴും നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് ശേഷം ഞാൻ വന്ന് സാക്ഷ്യം പറയും. ഇപ്പോൾ വന്ന് പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയുള്ളതാണ്. അവൾക്ക് മെച്ചോർഡായി ഡിഗ്രി എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ന്യൂമോണിയ വന്ന് 2-3 വർഷം അത് ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം പല രീതിയിലൂടെ അവളുടെ ശരീരം കടന്നുപോയി. ESR ഒക്കെ വളരെ കൂടി പല 3-4 ഹോസ്പിറ്റലുകളിലൊക്കെ കിടന്നു. അതിനുശേഷം അവളുടെ ശരീരത്തിന് പെട്ടെന്ന് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പല ഭക്ഷണങ്ങളും, അതായത് അവൾ കഴിച്ചുകൊണ്ടിരുന്ന പല ഭക്ഷണങ്ങളും അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പരിപ്പ്, പയറ്, കടല, മുട്ട, തൈര്, പഴം, അങ്ങനെ അത് കഴിക്കുമ്പോൾ ആ ചുമ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റൂല. ഞാൻ അലർജി എന്നെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഫുഡ് അലർജി ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകളിലൂടെയാണ് അത് കാണുന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ തൈലം മകളുടെ നെറ്റിയിലും നെഞ്ചിലും, പിന്നെ ഞാൻ തേൻ വായിലൊഴിച്ചു കൊടുക്കുമായിരുന്നു. ഉപ്പ് അവളറിയാതെ തന്നെ അവളുടെ ചോറിലിടുമ്പോൾ ഞാൻ ഇടുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ രാത്രിയാകുമ്പോൾ അവൾ കിടക്കുമ്പോൾ ഞാൻ ചെന്ന് നെറ്റിയിൽ കുരിശ് വരച്ച് എൻ്റെ ഉടമ്പടി കാശ് രൂപം അവളുടെ നെഞ്ചിൽ ഞാൻ ഉടുപ്പിൽ കുത്തിയിടുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ 3 വർഷങ്ങൾക്ക് ശേഷം അവൾ പലപ്പോഴും എടുത്ത് തൈര് ഒരു ദിവസം ഒഴിച്ചിരുന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ദൈവമേ ഇതെന്താണ്. അങ്ങനെ അവളുടെ ഫുഡ് അലർജി കംപ്ലീറ്റ് മാറി. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്, തൈരൊഴിച്ച് കഴിക്കുന്നുണ്ട്, എല്ലാ പയറ്, പരിപ്പ്, മുട്ട എല്ലാം അവൾ കഴിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. അതിന് ദൈവത്തിനും ഈശോയ്ക്ക് 1000 കോടാനി കൂടി നന്ദി അർപ്പിക്കുന്നു. പിന്നീട് അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി ടെറസിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടി മഴ സമയത്ത് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ അടിച്ച് വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി അത് ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ബാക്കിൽ ഡിസ്കിന് തകരാറായി, കാലിന് സഹിക്കാൻ പറ്റാത്ത വേദന. അങ്ങനെ സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചു, സ്കാൻ ചെയ്തപ്പോൾ ഡിസ്ലൊക്കേഷനാണ്, നന്നായിട്ട് അടിച്ചു വീണതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അതങ്ങനെ ആർക്കും അങ്ങനെ വരാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അപ്പം അത്ര അടിച്ചു വീണിട്ടായിരുന്നു. അതിൻ്റേതായ കുറേ പൈസകളും കുറേ ആയുർവേദ ഡോക്ടർമാരെയൊക്കെ കണ്ടു. അപ്പോഴെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം നടുവിന് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, വചനം വെച്ച് പ്രാർത്ഥിക്കും. മാതാവിനോടും ഞങ്ങൾ 2 പേരും വചനം വെച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിത പങ്കാളിയും എന്നെ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ വന്ന് എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് ഞങ്ങൾ കുർബാനയിലും എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ ബലിയിലും ഒക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ ജീവിത പങ്കാളികളുടെ പോയി ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും തന്നെ നമുക്കറിയാം, മറ്റേത് ഒരു സാധനം പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പം എൻ്റെ ജീവിത പങ്കാളി ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മരം തന്നെ വെട്ടി അതൊക്കെ പൊക്കിയെടുക്കണപ്പോഴത്തേക്ക് ഞാൻ കോടാനുകോടി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ഒരു സാധനം പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചത് എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. കുറവുകളേറെയുണ്ട്, പക്ഷെ ഞാൻ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ചാൽ പോണത്. ഒരുപാട് ജപമാല എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനൊരു ദിവസം 10-15 ജപമാലകളും അതിൽ കൂടുതലും ചെല്ലാറുണ്ട്. എൻ്റെ ആ ഒരു ഉണർവ് കിട്ടുന്നത് പോലെ ഞാൻ ചെല്ലും. അതുപോലെ വചനങ്ങൾ തീഷ്ണതയോടുകൂടി ഞാൻ ഒത്തിരി വചനങ്ങൾ എനിക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പിന്നെ നിയോഗത്തിൽ വെച്ച ഒരു കാര്യമാണ് ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയണമെന്ന്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഇടവകയിൽ നായ്ക്കിനാമ്പറമ്പിൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്റർ ഞങ്ങളുടെ ഭവനത്തിൽ വരാൻ ഇടയായി. അപ്പോൾ ആ സിസ്റ്റർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ പറഞ്ഞു, സിസ്റ്ററിൻ്റെ കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് വിറക്കുന്നു. സിസ്റ്റർ പറയുന്നു, തീക്കട്ട പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജ്വലനം ഇവിടെ കാണുന്നുണ്ട് മകളെ, നിൻ്റെ മാതാവ് നിൻ്റെ കൂടെയുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ആദ്യത്തെ നിയോഗം വെച്ചത് ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിന്ന് വിട്ടു പോകരുത്. അത് ഞാൻ ഏറ്റവും 51, 10, 11 എല്ലാ ദിവസവും ചെല്ലും. ആത്മാവിനെ എടുത്തത് കളയരുതേ,
രക്ഷയുടെ ആനന്ദം ഞങ്ങൾക്ക് തരയണേന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാനൊരു മതാധ്യാപികയാണ്. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ശക്തി കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ അവരുടെ ഞാൻ ഉടമ്പടി തൈലോട്ടാണ് ബാഗിൽ വെച്ച് പോണത്. അവരെയൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ച് എല്ലാവർക്കും ഞാൻ ഓരോ കാശ് രൂപ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതുങ്ങൾ പിള്ളേരെയൊക്കെ ഇവിടെ കുത്തി. അതുപോലെ ഞാൻ ഒരുപാട് കാശ് രൂപ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോവും. അതെല്ലാം ഞാൻ പോക്കറ്റിലിട്ടിട്ട് പോണ വഴിക്കും എനിക്ക് തോന്നും ഇവർക്ക് ഒരെണ്ണം കൊടുക്കണമെന്ന്. അങ്ങനെ കൊടുത്ത ഒരുപാട് പേര് പറയും ദൈവം അത് കിട്ടിയിട്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സൗദി അറേബ്യയിലോട്ട് നഴ്സിങ്ങിന് പോയി. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ഈ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും പത്രം കൊടുക്കുന്നത് ഞാൻ വൈകിട്ടാവുമ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയും കൊന്ത ചൊല്ലിയും നടക്കും. ഞാൻ നേരത്തെയൊക്കെ പള്ളിയിൽ പോയിരുന്നൊക്കെ ഓരോരുത്തർക്ക് പരിചയമുള്ളവർക്കും. ഇപ്പം അങ്ങനെയല്ല, ഞാൻ വീടുകളിൽ കയറി ഇറങ്ങി നടന്നാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് സങ്കടം വരും. സന്ധ്യക്കൊക്കെ ഞാൻ പോകാറുണ്ട്. 7:30 മണിക്കൊക്കെ ഞാൻ പത്രമായിട്ട് കടകളിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ സങ്കടം ഓർക്കും. മാതാവേ, അമ്മയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്യണത്, അമ്മയുടെ തിരുപുത്രന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അമ്മ വന്ന് നമ്മളെ അവിടെ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് പല പ്രാവശ്യവും. എൻ്റെ വേദനകളുടെ സമയത്തൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അമ്മ എന്നെ പിടിച്ച് തഴുകുന്നതായിട്ടും എന്നെ സുഗന്ധാഭിഷേകമായിട്ടുമൊക്കെ എനിക്ക് എടുത്തു വരാറുണ്ട്. പിന്നെ എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ച്. അത് ഞാൻ ഒത്തിരി ജപമാല ചൊല്ലിക്കൊണ്ടാണ് അവിടെ പോയത്. അതും മാതാവിൻ്റെ കൃപയാണ്. ചെറുപ്പം മുതലേ എന്നെ അങ്ങനത്തെ ഒരു ജീവിതത്തിലാണ് എൻ്റെ അമ്മച്ചി വളർത്തിയത്. അതുകൊണ്ട് എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂട്ടാണ്, എൻ്റെ കൂടെയാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. കൂടുതലായിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം ഇവിടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഇങ്ങനെ പത്രം കൊടുക്കും. പിന്നെ അതുപോലെ ഞാൻ ചോറ് വെച്ചിട്ട് മെഡിക്കൽ കോളേജിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഞാനും ഹസ്ബൻഡും കൂടി ഓട്ടോയിൽ കയറ്റി പോയി. അപ്പോൾ ഉപ്പെല്ലാം കുറേ ഉപ്പുകൾ 40 ചോറ് ആണെങ്കിൽ 40 ചെറിയ ഇതിൽ ഉപ്പുകൾ എടുത്ത് കൃപാസന പേപ്പർ ഇതൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത്. എല്ലാ ആഴ്ചകളിൽ നിന്ന പോലെ തന്നെ വസ്ത്രങ്ങളും ഒക്കെ ഇട്ട് ഞാൻ ഇതിനായിട്ട് മാതാവിനെ പോലെ ഒരു തിടുക്കത്തിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറവുകളൊക്കെ ഉണ്ടായപ്പോഴും അമ്മ എന്നെ ഇതിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും എന്നെ വിടുവിച്ചിട്ടില്ല. പ്രാർത്ഥനയോട് ചേർന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് കുറവുണ്ടായെങ്കിലും ഉടൻ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ 2.5 ആഴ്ച കൂടുമ്പോൾ പോയി കുമ്പസാരിക്കാനും, അതുപോലെ വിശുദ്ധ കുർബാനയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഈ വിരലുകൾ എനിക്ക് ചലിക്കാറുണ്ട്. അപ്പം ഞാനവർക്ക് ശരിയാണോ എന്ന് ചോദിക്കും. പക്ഷേ ഒരു അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ ഒരു വചനം വന്നപ്പോൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ വിരലുകൾക്ക് വൈബ്രേഷൻ ഉണ്ടാവുന്ന ഒരു മകളെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് വേറെയും ഉണ്ടാകേയിരിക്കും, പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയോട് തീഷ്ണതയും അതുപോലെ ഞാൻ ജോസഫ് അച്ഛൻ്റെ എല്ലാ ടോക്കുകളും എല്ലാ ദിവസവും വെക്കും. രാവിലെ കൊന്തയോടുകൂടി തുടങ്ങും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തതിന് ശേഷം. ഏറ്റവും കൂടുതൽ എനിക്ക് അലർജിയോ ഇത് പോയതിനേക്കാളുപരി നിത്യജീവനിൽ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപാവരം എനിക്ക് മരണം വരെ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് പോകാനായിട്ട് പരിശുദ്ധ അമ്മയും തിരുപുത്രനും എനിക്കൊരു ശക്തി നൽകുന്നുണ്ട്. അതിനെൻ്റെ കാലുകൾ വ്യതിചലിക്കാതെ പോകണേ, അതുപോലെയുള്ള എല്ലാ മക്കളെയും അതുപോലെ അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥിക്കണത്. ഇനിയും കൂടുതൽ സാക്ഷ്യം പറയാനും കൂടുതൽ പുതുക്കുമ്പോഴത്തേക്കും കൂടുതൽ വിശുദ്ധിയോട് സ്വർഗീയ ലക്ഷ്യമാക്കി ജീവിക്കാനും നിത്യജീവൻ ലക്ഷ്യമാക്കാനും പരിശുദ്ധമ്മ എന്നെയും എന്നെപ്പോലുള്ള എല്ലാ അമ്മമാരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുപുത്രനും കോടാനുകോടി നന്ദി. അതുപോലെ ജോസഫ് അച്ഛന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. 3-4 ദിവസം മുമ്പ് ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ്റെ അടുത്ത് കുറേ കുഞ്ഞുങ്ങൾ നിൽക്കുന്നു. ജോസഫ് അച്ഛൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ അരികത്തൂടി പോകുമ്പോൾ ജോസഫ് അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് മാത്രം കണ്ടു. അതുപോലെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് 1000 ജപമാല ചെല്ലാനുള്ള ഒരു ഇത് പരിശുദ്ധ അമ്മേൻ്റെ ചെവിട്ടിൽ പറയുന്നതായിട്ട് 1 മാസമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ എന്തൊക്കെ അപേക്ഷ വെക്കണമെന്നൊക്കെ പറഞ്ഞത്. എങ്കിലും ഞാനത് ചെല്ലും, അത് മേടിക്കും. പരിശുദ്ധമ്മയോട് ചേർന്ന് തിരുപുത്രന് വേണ്ടി സാക്ഷ്യം നൽകി